മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് ഒരു പൈസയും നീക്കി വയ്ക്കാത്ത ഒരു സർക്കാർ ഒരു കടൽക്ഷോഭത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാണാതാകുമ്പോൾ എന്താണ് നിർനിമേഷരായി നോക്കി നിൽക്കുന്ന നോക്കുകുത്തിയായി ഭരണകൂടം മാറുന്നൊരു കാഴ്ച ആദ്യത്തെ 1-2 ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. അതില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ സർക്കാരിന് ആ ഒരു കമ്മ്യൂണിറ്റിയോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ്. അത് വിമർശിക്കപ്പെടേണ്ടതല്ലേ? അത് പ്രതിപക്ഷം ഉയർത്തിയില്ലെങ്കിലും അത് സർക്കാർ കേൾക്കേണ്ടതല്ലേ? ഒന്നാമത്തെ കാര്യം, ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ്. അതൊരു പൊളിറ്റിക്സ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി CPM-കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നുണയശൻ അത് ഇത്. അതൊരു പോസിറ്റീവായ ചർച്ചയല്ല, ഞാൻ വിട്ടിരിക്കുകയാണ്. ഇപ്പോ അജിംസ 2 സമരങ്ങളാണ് കേരളത്തിൽ CPM ഈ ഭരണം വന്നതിന് ശേഷം നടത്തിയത്. ഒന്ന് പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച്, പഞ്ചായത്തുകളിലേക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു മാർച്ച്. അവർ പറയുന്നത് അവിടേക്ക് ആവശ്യമായ ഫണ്ട് വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ സർക്കാർ പോകുന്ന സമയത്ത് മാർച്ച് മാസം കൊടുക്കേണ്ട അവസാന ഗഡു, സർക്കാരിന് കൊടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് അവസാന ഗഡു കൊടുത്തില്ല. അതിന്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിലൊക്കെ നമ്മൾ അനുഭവിച്ചു. പ്രത്യേകിച്ചും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലെയുള്ള ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള വളരെ അടിസ്ഥാന വർഗത്തിന് കൈമാറേണ്ട പല കാര്യങ്ങളും കൊടുക്കാൻ സാധിക്കാതെയാണ് സർക്കാർ ഇറങ്ങിപ്പോയത്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായി. ആ ഗ്യാപ്പ് ഉണ്ടായ സമയത്ത് ആരാണോ കാരണക്കാർ അവർ തന്നെ സമരത്തിൽ വന്നു. പക്ഷെ ഇപ്പൊ ഈ സർക്കാർ വന്നപ്പോൾ ആ ഗഡു കൊടുത്ത് ഏകദേശം വളരെ അടിസ്ഥാന വർഗത്തിന് കൊടുക്കേണ്ട ഭിന്നശേഷി പെൻഷൻ പോലെയുള്ള, നേരത്തെ പറഞ്ഞ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വളണ്ടിയേഴ്സിന് പോലെയുള്ള കൊടുക്കേണ്ടത് ഒരു ഘട്ടം കൊടുത്ത് സാധിച്ചു മുന്നോട്ട് പോയി. യഥാർത്ഥത്തിൽ അവർ എന്തിനാണ് സമരം ചെയ്യുന്നത് അവർ ആലോചിക്കണം. രണ്ടാമത്തെ സമരം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. കഴിഞ്ഞ സമരം നടന്നത് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ പോകുന്നത് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്കാണ്. ഈ പ്രഖ്യാപനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. പിറ്റേ ദിവസം തന്നെ ക്ഷേമ പെൻഷൻ അട്ടിമറിച്ച സർക്കാരിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തിലും വലിയ മാർച്ച്. നമ്മളൊക്കെ വിചാരിച്ചത് ഈ മാസം ഇനി പെൻഷനേ കിട്ടില്ല എന്ന ധാരണയിലാണ്. പ്രസംഗിച്ച ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ കൊണ്ടുവന്ന സാധനം ഇല്ലാതാക്കുന്നു. സർക്കാർ പറഞ്ഞതൊരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 3 മാസവും ക്ഷേമ പെൻഷൻ ഈ കൃത്യസമയത്ത്, നമ്മളൊക്കെ പണ്ട് ഓണത്തിനും വിഷുവിനും മാത്രം കൊടുത്ത ക്ഷേമ പെൻഷൻ മാസം 25-ാം തീയതി തന്നെ റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗത്തിലേക്ക്, പാവപ്പെട്ടവരിലേക്ക്, സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു ആളുകളിലേക്ക് ആ പണം എത്തിക്കാൻ ഈ സർക്കാരിന് സാധിച്ചു. നമ്മൾ മാർക്ക് കൊടുക്കണ്ടേ? നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട സർക്കാരിന്റെ ഏറ്റവും മോശം മുഖം കണ്ടത് ആശാ വർക്കർമാരുടെ സമരത്തിലല്ലായിരുന്നോ? ഈ സർക്കാർ വന്ന ഉടനെ ആശാ വർക്കർമാരുടെ, അംഗനവാടി വർക്കർമാരുടെ ഒക്കെ വരുമാനത്തിൽ ഒരു ചെറിയ വർധനമുണ്ടാക്കാൻ സാധിച്ചില്ലേ? ഇപ്പൊ നിങ്ങൾ കേരളത്തിലുടനീളം സഞ്ചരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഗുണ്ടൽപേട്ടയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു 10-30 സ്ത്രീകൾ കാത്തിരിക്കുകയാണ്. കയ്യിലൊക്കെ പച്ചക്കറിയും വാങ്ങി കാത്തിരിക്കുകയാണ്. അവരൊരു ടീമായിട്ട് വന്നതാണ്. എന്തിനാണെന്നറിയോ? അവർ ഗുണ്ടൽപേട്ടയിൽ നിന്ന് നമ്മളെ ബത്തേരിക്കുള്ള ബസ് കാത്തുക, KSRTC പ്രിയദർശിനി ബസ് കാത്തുക. ഇത് കേരളത്തിലുടനീളം ജോലിക്ക് പോകുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന, ആത്മാഭിമാനം ഉയർത്തിയ ഒരു പദ്ധതിയായിട്ട് നമ്മൾ മാറുമ്പോൾ 15 മാർക്ക് കൊടുത്താൽ മതിയോ എന്ന വളരെ ലളിതമായ ചോദ്യമാണ് ഉയർത്തുന്നത്. എല്ലാം ഓപ്പറേഷൻ തൂഫാൻ നിങ്ങൾ വെറുതെ വിമർശിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് സർക്കാരിന് തുടർച്ചയാണ്. ഇപ്പൊ കേരളത്തിൽ ഏകദേശം എത്രായിരം കേസുകൾ, ജയിലിൽ സ്ഥലമില്ല എന്ന് പറയുന്നു. നേരത്തെ സർക്കാർ ഉണ്ടായില്ലേ? ഇവിടെ എല്ലാ എക്സൈസ് ഇല്ലേ, പോലീസ് ഇല്ലേ, എല്ലാ സംവിധാനങ്ങളും ഇല്ലേ? പക്ഷെ ഒരു ഗവൺമെന്റിലെ ഒരു മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ച് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട് വന്നപ്പോൾ ജനങ്ങളുടെ സഹകരണം, വലിയ തോതിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടായി. നാട്ടിൻ പുറത്തുള്ള ഈ സിന്തറ്റിക് ലഹരി മാഫിയെ ഒറ്റപ്പെടുത്തി പിടിച്ച് സർക്കാരിന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കോഴിക്കോട് ജില്ലയിലൊക്കെ അത്ഭുതം എന്ന് പറയട്ടെ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മളെ SSK വഴിയൊക്കെ നിയമിതരായ അധ്യാപികമാർ പോലും ഇതിന് കുറെ കാലമായി ഇതിന്റെ വക്താക്കളായി മാറുന്നു, ഇതിന്റെ കച്ചവടക്കാരായി മാറുന്നു എന്നൊക്കെ ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്ന് രക്ഷിതാക്കളുടെ മനസ്സിനകത്താണ്, ഞാൻ അതിലേറ്റവും ആശ്വാസം പകരുന്നത്, രക്ഷിതാക്കളുടെ മനസ്സിനകത്താണ് ഒരു വലിയ ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. നമ്മളാ സർക്കാരിന് മാർക്ക് കൊടുക്കണ്ടേ? ഏത് മന്ത്രിമാരെടുത്ത് ഇപ്പൊ ഈ ഓണത്തിന് നിങ്ങൾ പോകാതെ, അദ്ദേഹം പറഞ്ഞതിന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഓണത്തിന് മാവേലി സ്റ്റോറിന്റെ മുന്നിലേക്ക്, എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് മാവേലി സ്റ്റോർ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാവേലി സ്റ്റോറിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾക്കൊരു സംതൃപ്തിയാണ്. അവശ്യ സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കാൻ സാധിച്ചു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇതായിരുന്നു. ആ ഇന്റർവെൻഷൻ ഇവിടെ ഓണക്കാലത്ത് വിപണിയിൽ ഇന്റർവെൻഷൻ നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ആത്മവിശ്വാസമാണ്. മിക്ക മേഖലകളിലുള്ള ആളുകൾക്കും കുറച്ചെങ്കിലുമൊക്കെ, പഞ്ചായത്ത് മെമ്പർമാർക്ക് പോലും അവരുടെ ഓണറേറിയത്തിൽ 2000 രൂപ കൊടുക്കാൻ സാധിച്ചു. അതൊക്കെ പറയുന്നതാണ്. അതൊക്കെ മാർക്കറ്റിനകത്തേക്ക് ഇറങ്ങുന്ന പണമായിട്ടാണ് കാണുന്നത്. അതിന് 18% GST കിട്ടുമെന്ന എക്കണോമിക്സ് അദ്ദേഹം പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും മേഖലയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. നിപ്പ വന്നപ്പോഴായിരുന്നു വലിയ വിമർശനം വന്നത്. അത് വളരെ കൃത്യമായ രീതിയിൽ ആരോഗ്യ അവസാനത്തെ നിപ്പ രോഗിയും
പുറത്തിറങ്ങിപ്പോയി. അപ്പൊ പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യണ്ടേ, അദ്ദേഹം അവിടെ പോകാൻ പാടില്ല, ഇപ്പോഴും ബൈ ബി എ കോഫി അദ്ദേഹം തെറ്റി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ ഒരു തെറ്റായ പ്രചരണത്തെ ഏറ്റുപിടിക്കുന്നതിന്റെ ലക്ഷണങ്ങളല്ലേ? കേരളത്തിലെ ഒരു സംരംഭകൻ, കോഴിക്കോട്ട് മലപ്പുറത്തുകാരൻ ഒരു വലിയ സംരംഭം വരുന്ന സമയത്ത് ഒരിക്കൽ തെറ്റിപ്പോയി, ഒരാൾക്ക് തരും. പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് നോക്കുക. പ്രതിപക്ഷത്തിന്റെ അവസ്ഥയിലേക്ക്, പ്രതിപക്ഷം എവിടെയാണ് എന്നുള്ളത് ഞാൻ പ്രതിപക്ഷത്തെ വിമർശിക്കാൻ തയ്യാറല്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനം അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗത്തിനകത്തും സർക്കാരിനെതിരെ പറയാൻ, അല്ലെങ്കിൽ LDF കൺവീനർ പ്രസംഗത്തിനകത്തും സർക്കാരിനെതിരെ പറയാൻ ഒന്നുമില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം.